ഹായ് ഫോക്സ് 369. അപ്പോൾ 369 നമ്മൾ എങ്ങനെയാണ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാവുന്നതെന്ന് നോക്കുന്നത്. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാവുന്നതിന് മുമ്പ് എങ്ങനെ ആന്റിസിപ്പേറ്റ് ചെയ്യാമെന്നും ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് പ്രൈസിലല്ല ആക്ച്വലി ടൈമിലാണ് ഉണ്ടാവുന്നതെന്നുമാണ് ഞാൻ ഇവിടെ കൊണ്ട് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് രണ്ട് കോൺസെപ്റ്റ് ആണുള്ളത്, പവർ ഓഫ് 2 ആൻഡ് പവർ ഓഫ് 3. പവർ ഓഫ് 3 നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും എന്റെ മാർക്കറ്റ് മേക്കർ മോഡൽസിൽ. സോ പവർ ഓഫ് 2 എന്ന് വെച്ചാൽ 2, 4, 8, 16 എന്ന് പറയുന്ന സ്ക്വയർ ബേസ്ഡ് വാല്യൂസിനെയാണ് പവർ ഓഫ് 2 എന്ന് പറയുന്നത്. പവർ ഓഫ് 3 എന്ന് പറയുന്നത് ക്യൂബ് ബേസ്ഡ് വാല്യൂസിനെയാണ്. 3, 9, 27, 81 എന്ന് പറയുന്ന ക്യൂബ് ബേസ്ഡ് വാല്യൂസിനെയാണ് നമ്മൾ പവർ ഓഫ് 3 എന്ന് പറയുന്നത്. സോ നമ്മുടെ പവർ ഓഫ് 2ഉം പവർ ഓഫ് 3ഉം ആ രണ്ട് വാല്യൂസും നമ്മൾ വളരെ ക്ലോസ് പ്രോക്സിമിറ്റി, ലൈക്ക് ഇപ്പൊ 2ന്റെ ക്യൂബ് 8ഉം 3യുടെ സ്ക്വയർ 9ഉം ആകുമ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഡിഫറൻസ് വളരെ ചെറുതാണ്. അപ്പം നമുക്ക് നമ്മുടെ ആൽഗോരിതം ഡീസിങ്ക് ആവുകയും അവിടെ ഒരു ഗ്യാപ്പ് ഫോം ആവുകയും ചെയ്യും. നമുക്ക് രണ്ടാമത്തെ രീതിയിൽ ഗ്യാപ്പ് എങ്ങനെയാണ് ഫോം ആവുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പവർ ഓഫ് 3യുടെ സൈക്കിൾ കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മുടെ അടുത്ത വേരിയബിൾ ഇൻകംപ്ലീറ്റ് ആയിട്ട് നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് അവിടെയും ഒരു ഗ്യാപ്പ് ഫോം ആവും. സോ മാത്തമാറ്റിക്സിലേക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്ക് ഞാൻ ഇങ്ങനെ ഒരു സീരീസ് ഇൻ ദ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാം. സോ നമ്മുടെ 369 എന്ന് പറഞ്ഞാൽ എന്റെ ടെലഗ്രാം ഗ്രൂപ്പിലും എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നത് ഇതാണ് 369ന്റെ ബേസിക്. സോ ഇതിന് ഇനിയും കാര്യങ്ങളുണ്ട്, ഇതിന് ഇനിയും ഇൻഡെപ്ത് ആയിട്ട് കുറെ കാര്യങ്ങളുണ്ട്, മാത്തമാറ്റിക്കലാണ്. അപ്പം ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഫ്രെയിം വർക്ക് ബിൽഡ് ചെയ്ത് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അണ്ടിൽ ദെൻ ബി സേഫ്, ട്രേഡ് സേഫ്, ബൈ ഫോക്സ്.